ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ സെപ്റ്റംബർ 12-ന് ആരംഭിക്കാൻ പോവുകയാണ്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇന്ത്യ എ ടീമിൽ 5 മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ടീമിലെ ഏതാനും താരങ്ങൾക്ക് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കുന്ന ഇന്ത്യൻ സംഘത്തിനൊപ്പം ചേരേണ്ടതിനാലാണ് ഈ മാറ്റം. ഇന്ത്യ സി ടീം ഒഴികെയുള്ള 3 ടീമുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ത്യ ബിയിൽ നിന്ന് യശസ്വി ജയ്സാൾ, ഋഷഭ് പന്ത് എന്നിവരെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയതോടെ രണ്ടാം റൗണ്ടിൽ റിങ്കു സിംഗ് ഇടം പിടിച്ചു. സുയാഷ് പ്രഭുദേശായിയാണ് മറ്റൊരു പകരക്കാരൻ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെലക്ഷൻ കമ്മിറ്റിയാണ് താരങ്ങളെ തെരഞ്ഞെടുത്തത്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ദുലീപ് ട്രോഫിയുടെ രണ്ടാം റൗണ്ടിൽ നിരവധി പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യ എ ടീമിൽ നിന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവർ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വിവിധ ടീമുകളിൽ നിന്നുള്ള താരങ്ങൾ ദേശീയ ടീമിലുണ്ട്. ധ്രുവ് ജുറൽ, കുൽദീപ് യാദവ്, ആകാശ് ദീപ് എന്നിവരും പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയതിനാൽ ദുലീപ് ട്രോഫിയുടെ റൗണ്ടിൽ കളിക്കില്ല. ഗില്ലിന് പകരക്കാരനായി പ്രഥം സിംഗിനെയും, KL രാഹുലിന് പകരക്കാരനായി അക്ഷയ് വഡ്കറെയും, ജൂറലിന് പകരക്കാരനായി SK റഷീദിനെയും സെലക്ടർമാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കുൽദീപിന് പകരം ഇടംകയ്യൻ സ്പിന്നർ ഷംസ് മുലാനിയും ആകാശ് ദീപിന് പകരം ആഷിഖ് ഖാനും ടീമിലെത്തും. മയങ്ക് അഗർവാൾ ക്യാപ്റ്റൻ, റിയാൻ പരാഗ്, തിലക് വർമ്മ, ശിവം ദുബെ, തനുഷ് കൊട്ടിയാൻ, പ്രസീദ് കൃഷ്ണ, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ, കുമാർ കുശാഗ്ര, ശാശ്വത് റാവത്ത്, പ്രഥം സിംഗ്, അക്ഷയ് വാഡ്കർ, SK റഷീദ്, ഷംസ് മുലാനി, ആകിബ് ഖാൻ എന്നിങ്ങനെയാണ് പുതുക്കിയ ഇന്ത്യ എ സ്ക്വാഡിന്റെ ലൈനപ്പ്. ഇന്ത്യ ബിയിൽ നിന്ന് ഫാസ്റ്റ് ബൗളർ യാഷ് ദയാലിന് കരിയറിൽ ആദ്യമായി ദേശീയ ടീമിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ സർഫാസ് ഖാനെ രണ്ടാം റൗണ്ട് മത്സരത്തിനുള്ള ടീമിൽ നിലനിർത്തിയിട്ടുണ്ട്. ഹിമാൻഷുവിനെ പുതുതായി ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അഭിമന്യു ഈശ്വരൻ, സർഫ്രാസ് ഖാൻ, മുഷീർ ഖാൻ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, നവദീപ് സൈനി, മുകേഷ് കുമാർ, രാഹുൽ ചാഹർ, R സായി കിഷോർ, മോഹിത് അവസ്തി, N ജഗദീശൻ, സുയാഷ് പ്രഭുദേശായി, റിങ്കു സിംഗ്, ഹിമാൻഷു എന്നിങ്ങനെയാണ് പുതുക്കിയ ഇന്ത്യ ബി സ്ക്വാഡ്. ടീം ഡിയിൽ നിന്ന് അക്സർ പട്ടേൽ ടീം ഇന്ത്യയിലേക്ക് ചേരുന്നതിനാൽ അദ്ദേഹത്തിന് പകരം നിശാന്ത് സിന്ധു ടീമിലെത്തും. തുഷാർ ദേശ്പാണ്ഡെ രണ്ടാം റൗണ്ടിൽ നിന്ന് പുറത്തായതുകൊണ്ട് പകരം ഇന്ത്യ എയുടെ വിദ്യുത് കവേരപ്പയെ ടീമിലെത്തിക്കും. സെപ്റ്റംബർ 12 വ്യാഴാഴ്ച ആരംഭിക്കുന്ന രണ്ടാം റൗണ്ട് മത്സരങ്ങൾ 15 ഞായറാഴ്ച വരെയാണുള്ളത്. അനന്തപൂരിലെ റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ എ ഇന്ത്യ ഡിയെ നേരിടും. ടൂർണമെന്റിലെ 3-ാം മത്സരമാണിത്. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ബി ടീം ഇന്ത്യ സിയെ നേരിടും. അനന്തപൂരിലെ ADCA ഗ്രൗണ്ടാണ് വേദി. ടൂർണമെന്റിലെ 4-ാം മാച്ചായാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. 2 മത്സരങ്ങളും രാവിലെ 9:30-നാണ് ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ എയെ ഇന്ത്യ ബി 76 റൺസിന് തോൽപ്പിച്ചിരുന്നു. ഇന്ത്യ ഡിക്കെതിരെ ഇന്ത്യ സി 4 വിക്കറ്റിനും ജയിച്ചു. ആകെ 6 മത്സരങ്ങളാണുള്ളത്.